പാർവതി ദേവിയുടെ മുൻജന്മം എന്ന് പറയുന്നത് സതീദേവി ആയിരുന്നു അല്ലേ. അപ്പോൾ സതീദേവിയുടെ ദേഹത്യാഗത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ശിവഭഗവാൻ ഭയങ്കര ഒരു വികാരമില്ലാത്ത, അതായത് നിർവികാരതയുടെ ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു മാനസിക ലോകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവഭഗവാന്റെ എനർജി എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ള ഒരു അവയർനെസ് ആണ്. പക്ഷേ ഇമോഷണലി ആളൊരിക്കലും കണക്റ്റഡ് ആയിരുന്നില്ല. സതീദേവി പുനർജനിച്ച് പാർവതി ദേവി ആകുന്നതല്ലേ. അപ്പോൾ ബാല്യത്തിലെ തന്നെ പാർവതി ദേവിക്ക് ശിവഭഗവാനോടുള്ള ഒരു ആകർഷണം ഉണ്ടായിരുന്നു. ഇതാണ് സോൾ റെക്കഗ്നേഷൻ്റെ ഒരു സ്റ്റേജായിട്ട് നമ്മളൊരു ഡിവൈൻ ഫെമിനൈൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിനെ കണക്ട് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പാർവതി ദേവി ശിവഭഗവാനെ നേടുന്നതിന് വേണ്ടിയിട്ട് വളരെ കഠിനമായിട്ടുള്ള തപസ്, വർഷങ്ങളോളം ധ്യാനം, ഉപവാസം, ഏകാഗ്രത എന്നിങ്ങനെയുള്ള രൂപങ്ങളിൽ എടുത്തിരുന്നു അല്ലേ. അപ്പോൾ ശിവഭഗവാൻ ആദ്യം പാർവതി ദേവിയെ ഒരുപാട് പരീക്ഷിച്ചു അല്ലേ. പല വിധത്തിൽ നിരാകരിച്ചു പാർവതി ദേവിയുടെ സ്നേഹത്തിന്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലവ് എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്മെൻ്റ് ആണോ എന്നുള്ളൊരു ചോദ്യമാണ് പാർവതി ദേവിയുടെ ഉള്ളിലോട്ട് ശിവഭഗവാൻ കൊടുത്തത്. അതോ ഒരു സ്പിരിച്വൽ ട്രൂത്താണോ ലവ് എന്ന് പറയുന്നത്? അപ്പോൾ പാർവതി ദേവിയുടെ ഒരു ശിവഭഗവാനോടുള്ള ഒരു ആരാധന അല്ലെങ്കിൽ ഒരു ഡിവോഷൻ എന്ന് പറയുന്നത് അചഞ്ചലമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പാർവതി ദേവിയുടെ ഈ ശുദ്ധമായിട്ടുള്ള സ്നേഹം ശിവഭഗവാന്റെ ഹൃദയത്തിന് ഉണർത്തി. അതായത് ശക്തിയില്ലാതെ ശിവൻ പൂർണ്ണമല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് മസ്കുലൻ എനർജിയുടെ അവേക്കണിങ്ങിലൂടെ, അതായത് ശിവഭഗവാന്റെ അവേക്കണിങ്ങിലൂടെ ശിവഭഗവാന് സാധിച്ചു എന്നുള്ളതാണ്. അതിന് പാർവതി ദേവി ചെയ്തത് എന്താണ്? ഡിറ്റാച്ച്മെൻറ്റ് എടുത്തു അല്ലേ. ഡിറ്റാച്ച്മെൻറ്റിലൂടെ എന്തുണ്ടായി? അക്സെപ്റ്റൻസ് ഉണ്ടായി, യൂണിയൻ സംഭവിച്ചു. അപ്പോൾ ശിവപാർവതി ഒന്നാകുമ്പോൾ ശരിക്കും ഒരു കോസ്മിക് ബാലൻസ് ആയിട്ടാണ് കരുതുന്നത്. അതിൻ്റെ ഒരു പ്രതീകമാണ് നമ്മളെല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടുള്ള അർദ്ധനാരീശ്വര രൂപം, അതായത് ഒരു വണ്ണസിൻ്റെ എനർജി. ഹാഫ് ശിവഭഗവാനും ഹാഫ് സതീദേവിയും. അപ്പോൾ മസ്കുലൻ പ്ലസ് ഫെമിനൈൻ എനർജി, അതായത് സ്റ്റിൽനെസ്സിൻ്റെ ഒരു എനർജിയാണത്. ഇനി ഇതിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ട്രൂ ലവ് ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവുന്നതല്ല, അത് നമ്മുടെ ഇന്നർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഡിവൈൻ ഫെമിനൈൻ എപ്പോഴും ഒരു ഡിവോഷൻ വഴിയാണ് അവരെ അവേക്കണിങ് ആവുന്നത്. മസ്കുലൈൻ അവേക്കണിങ് ആവുന്നത് എങ്ങനെയാണ്? റിയലൈസേഷൻ വഴി. ബാല്യത്തിലെ തന്നെ ശിവഭഗവാനോടുള്ള ആഴത്തിലുള്ള ആ ഒരു ആത്മബന്ധം ആദ്യത്തെ ആ ഒരു കണ്ടുമുട്ടലിൽ തന്നെ ഫീൽ ചെയ്യുന്നതും അതിനുശേഷമുള്ള പാർവതി ദേവി ശിവഭഗവാനിലേക്ക് എത്താനെടുക്കുന്ന ആ ഒരു സമയവും അതിലേക്കുള്ള സ്റ്റേജസുമാണ് ഒരു ടിൻ ഫ്ലെയിം ജേർണിയുടെ ഒരു ഉള്ളടക്കം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു ഒന്നുചേരൽ, അതായത് യൂണിയൻ, വണ്ണസിൻ്റെ എനർജിയിലേക്ക് എത്താല്ലേ, അത് അർദ്ധനാരീശ്വര രൂപമായിട്ട് നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിന് ഏറ്റവും ഫസ്റ്റ് വേണ്ട എന്താണ്? ഇന്നർ ബാലൻസ് ആണ് അത്യാവശ്യം. അപ്പോൾ ഇന്നർ ബാലൻസ് സ്റ്റേബിളായി കഴിയുമ്പോൾ ഔട്ടറായിട്ടുള്ളൊരു യൂണിയനും സ്റ്റേബിളായിട്ട് വരും. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ കാമായിട്ട് നമ്മൾ നല്ല കോൺഷ്യസ് ആവും. ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വശം എന്താണെന്ന് വെച്ചാൽ ഇത് ശിവപാർവതീൻ്റെ ഈ ഒരു സ്റ്റോറി നമ്മുടെ ടിൻ ഫ്ലെയിംസിൻ്റെ ജേണിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നതിൻ്റെ കാര്യം, ഈ ഒരു ലവ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു സെപ്പറേഷൻ പീരീഡ് നമുക്കുണ്ട് ടിൻ ഫ്ലെയിം ജേണിയിൽ. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് എല്ലാ ഫെമിനൈൻ എനർജീസും അവരുടെ യൂണിയൻ പ്രിപ്പറേഷൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സ്പിരിച്വൽ വർക്കുകളും നടത്തുന്നത്. അതിനുശേഷമാണ് നമ്മളൊരു ഇന്നർ ബാലൻസിലേക്ക് എത്തിയിട്ട് ഒരു യൂണിയനിലേക്ക് ആവുന്നത്. മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജീസിൻ്റെ ബാലൻസ് ആയാൽ മാത്രമാണ് ഇതൊരു ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യൂണിയനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾക്ക് ഈ ഒരു ജേണിയിൽ വരുമ്പോൾ ഇന്നറായിട്ടുള്ളൊരു കാംനെസ് നമുക്ക് എപ്പോഴാണ് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ അതൊരു സെപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള ട്രിഗേഴ്സ്, ഇതെല്ലാം നമുക്ക് സർഫേസിൽ വന്നിട്ട് നമ്മൾ ഇതിനെല്ലാത്തിനെയും ഹീൽ ചെയ്യും. അപ്പോൾ ഹീൽ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പീസും ഒരു അക്സെപ്റ്റൻസ് ഫീലിങ്ങും എന്ത് തന്നെ സംഭവിച്ചാലും, അതായത് വാട്ട് എവർ ഹാപ്പൻസ് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു മൈൻഡ് സെറ്റും നമുക്ക് ഉണ്ടാവില്ലേ. ദെൻ ഇതൊരു സറണ്ടർ സ്റ്റേജാണ്. സറണ്ടർ സ്റ്റേജ് കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു സൈനാണെന്ന് നമുക്ക് പറയാം. ഒരു മസ്കുലൈൻ എനർജീനെ സംബന്ധിച്ച് അതായത് ഒരു ശിവ എനർജി പോലെയാണ്. കാരണം എന്താണ്? ഒരു ലോങ് സൈലൻസിന് ശേഷമാണ് ഒരു സഡൻ റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവുക. അവരുടെ ലൈഫിൽ ഒരു വേക്കപ്പ് കോൾ പോലെയാണ് അവരുടെ ലൈഫിലുള്ള ആ ചേഞ്ചസ് അവർക്ക് ഫീൽ ചെയ്യാം. ഒരു റെസ്പോൺസിബിലിറ്റി കൂട്ടണം, റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നുള്ള ഒരു സഡൻ ഫീലിങ്സ്, ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു ഫീലിങ്സ് അവരുടെ ഈഗോ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഒരു മസ്കുലൈൻ എനർജിക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ഒരു ഫെമിനൈൻ എനർജി, അതായത് പാർവതി എനർജിയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ ബാലൻസിലാകുമ്പോൾ നമ്മുടെ ഒബ്സഷൻ കുറയുകയും നമ്മൾ സെൽഫ് ഫോക്കസ്ഡ് ആവുകയും നമുക്ക് കുറച്ചും കൂടെ ഗ്ലോയിങ് അപ്പായിട്ടുള്ള ഒരു പാത്ത് നമുക്ക് വരികയും ചെയ്യും. അതായത് ഫെമിനൈൻ എനർജി എപ്പോഴാണോ ഡിറ്റാച്ച്ഡ് ആകുന്നത് അപ്പോൾ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു പുൾ ആണ് ഒരു മസ്കുലൈൻ എനർജിക്ക്.
ലഭിക്കുക. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള സിങ്ക്രോണിസിറ്റീസും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റഡിൽ കാണുന്നത്, ഡ്രീംസ് അബൌട്ട് രണ്ടുപേരെയും നമുക്ക് ഈ ഡ്രീംസ് ഒരേപോലെ ഡ്രീംസ് കാണുന്നത്, അതുപോലെ റാൻഡം ആയിട്ടുള്ള പല മെമ്മറീസും നമുക്ക് ട്രിഗറായിട്ട് വരും. മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി പലതരത്തിലുള്ള മാസ്കുലിനെ കുറിച്ചുള്ള പല സിഗ്നൽസ് നമുക്ക് കിട്ടുക. അപ്പോൾ സാധാരണയായിട്ട് റീയൂണിയന് മുന്നായിട്ട് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മെസ്സേജോ കാഷ്വൽ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ചെക്കിങ്ങോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റോ ഒക്കെയാണ് സോഷ്യൽ മീഡിയ വഴിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. ഇനി നമുക്ക് ഇതിന് ശരിക്കും ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്, ഈ റിയൂണിയൻ എന്ന് പറയുന്നത് ഒരു ഫൈനലി ആയിട്ടുള്ള ഒന്നുചേരൽ മാത്രമല്ല, അത് ഒരു ഹീൽഡ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത്. അതായത് ശിവപാർവതിയെ പോലെ ഒരു യൂണിയൻ, ഒരു അർദ്ധനാരീശ്വര ഒരു കോൺഷ്യസിൽ പറയുകയാണെങ്കിൽ ഒരു സങ്കല്പം പോലെ ഒന്ന് ചേരുന്ന ആ രണ്ട് എനർജീസും തമ്മിൽ ബാലൻസ് ആകുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണല്ലേ. അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സെപ്പറേഷനും അതുപോലെ തന്നെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളാണ്. അതായത് ഈ ഫേസിൽ നമുക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള പലതരത്തിലുള്ള വിഷമങ്ങൾ, ചിന്തകൾ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു സമയമാണ്. മാത്രമല്ല പെട്ടെന്നുള്ളൊരു നോ കോണ്ടാക്റ്റും സൈലൻസും ഒക്കെ നമ്മളെ വളരെയധികം വിഷമത്തിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ ഇമോഷണലി ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും. എന്തിന് ഇത് സംഭവിച്ചു എന്നുള്ളൊരു കൺഫ്യൂഷനും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവാം. അപ്പോൾ ശിവ ഒരു വൈരാഗി ആയതുപോലെ ടോട്ടൽ ഒരു വിഡ്രോവലാണ് ഇവിടെ മസ്കുലൈൻ എനർജി നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാർവതി ദേവി ചെയ്തതുപോലെ ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്തണം. വളരെ പെയിൻഫുള്ളാണെങ്കിലും നമ്മൾ നമ്മളെ പ്യൂരിഫിക്കേഷൻ ചെയ്യണം. ഇനി നമുക്കൊരു ട്വിൻ ഫ്ലെയിം ജേർണിയെ സംബന്ധിച്ച് നമുക്കൊരു ഫിക്സ്ഡ് ടൈം ലൈനൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണ ഇപ്പോഴും ഒരു പാറ്റേൺ കണ്ടുവരാറുണ്ട്. കുറച്ച് ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ 1 to 3 ഇയേഴ്സ്, ചിലപ്പോൾ ലോങ്ങർ ആവാറുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ അത്ര ഈഗോ സ്ട്രോങ് ആയിരിക്കും, അത്രത്തോളം ലൈഫ് ലെസൻസ് ആ രണ്ട് ഫെമിനൈനും മസ്കുലൈനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടാണ് ഈ ഡ്യൂറേഷൻ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നർ ഹീലിംഗ് കംപ്ലീറ്റ് ആയോ, നമ്മുടെ ഈഗോ റിലീസ് ചെയ്തോ, നമ്മുടെ അറ്റാച്ച്മെൻറ്റൊക്കെ വിട്ട് നമ്മൾക്ക് സറണ്ടർ വന്നു, ഇതൊക്കെയാണ് നമ്മൾക്ക് ഒരു റീയൂണിയൻ ടൈമിങ് അല്ലെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായി എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ പാർവതി ദേവീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു വലിയ രാജകുടുംബത്തിലായിരുന്നല്ലേ, രാജകുമാരിയായിരുന്നു. ആ ലക്ഷറിയൊക്കെ വിട്ടു. അതിനുശേഷം എന്താണ് ചെയ്തത്? ഹ്യൂമാനിറ്റി ഡെവലപ്പ് ചെയ്തു അവർ. അതുമാത്രമല്ല, ഒരു ലവ് എന്ന് പറയുന്നത് വെറും ഒരു ഫാഷനോ ഒരു തരത്തിലുള്ള പൊസസീവ്നെസ്സോ അതൊന്നുമല്ല, അതൊരു സറണ്ടറിങ് ആണ് എന്നുള്ളത് മനസ്സിലായി. കാരണം ശിവഭഗവാനെ കിട്ടാനായിട്ട് വേറെ ഒരു നിവർത്തിയുമില്ലാതായ ആൾക്ക്. അപ്പോഴാണ് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ആൾ മാറിയത്. കാരണം ശിവഭഗവാൻ ഫുൾ ടൈം എന്താണ്? സൈലൻസ് ആയിരുന്നു. റിജക്റ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു പാർവതി ദേവീനെ. അപ്പോൾ ഈ റിജക്ഷനെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തു, അതുപോലെ തന്നെ ഈ ട്രിഗേഴ്സിനേക്കാൾ ഹീൽ ചെയ്ത് ഈ വെയിറ്റിംഗ് പാസൊക്കെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ഈ ഒരു റിയാക്ഷനാണ് ആൾക്ക് പിന്നീട് ശിവഭഗവാന്റെ റെസ്പോൺസായിട്ട് മാറിയത്. അപ്പോൾ അത്രത്തോളം ക്ഷമയും അത്രത്തോളം ഇന്നർ വർക്ക്സുകളും വർഷങ്ങളോളം ചെയ്തിട്ടാണ് ശിവഭഗവാനെ പാർവതി ദേവി പ്രാപ്തമാക്കിയത്. അപ്പോൾ ഈ ഒരു പാർവതി ദേവി ശിവഭഗവാനെ നേടാൻ വേണ്ടിയിട്ട് സ്വയം നഷ്ടപ്പെടുത്തിയോ? ഇല്ല. പക്ഷേ സെൽഫ് വർത്ത് സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത്. സ്വയം നഷ്ടപ്പെടുത്തിയോ എന്ന് ചോദിക്കുന്നത് ശിവഭഗവാന്റെ പിന്നാലെ പോയിട്ട് സ്വന്തം സെൽഫ് വർത്ത് ഇല്ലാതാക്കിയോ? ഇല്ല. അതിന് പകരം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് അവനവന് തന്നെ ഒരു കോൺഫിഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ മതി എനിക്ക് എന്നുള്ളൊരു റിയലൈസേഷനിലെത്തി. ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു എനർജി, ഒരു പവർ പാർവതി ദേവി ക്രിയേറ്റ് ചെയ്തെടുത്തു അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു അലൈൻമെൻറ്റാണ് അവിടെ നടന്നത്. അപ്പോൾ ശിവഭഗവാന്റെ ഒരു ട്രൂത്ത് എന്ത് തന്നെയാണെങ്കിലും അത് പാർവതി ദേവി അക്സെപ്റ്റ് ചെയ്തു. ആ ഒരു സെയിം ഫ്രീക്വൻസിയിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ. അങ്ങനെയാണ് ആ എനർജി മാച്ചായിട്ട് അതൊരു യൂണിയന് വേണ്ടിയിട്ട് യൂണിയൻ എനർജി ആയിട്ട് മാറിയത്. കാരണം ഇവിടെ യൂണിയന് വേണ്ടി എത്രമാത്രം പാർവതി ദേവി ഫോഴ്സ് ചെയ്തോ അത്രമാത്രം പാർവതി ദേവിക്ക് ദുഃഖമാണ് ആ ഒരു ബന്ധത്തിൽ നിന്നുണ്ടായത്. അങ്ങനെയാണ് ആ ഡിറ്റാച്ച്മെൻറ്റും അങ്ങനെയാണ് ആ ഒരു ക്ഷമയും എല്ലാം പ്രാക്ടീസ് ചെയ്തത് ആൾ ഇന്നർ വർക്കിലൂടെ. അപ്പോൾ പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മളുടെ ഒരു പവറാണ്. ഹീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്.
എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും യൂണിവേഴ്സിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും. ഈഗോ റിലീസ് ആകുമ്പോൾ നമ്മൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂണിയൻ പ്രിപ്പറേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിവോഷൻ കാരണം മാത്രമല്ല പാർവതി ദേവിക്ക് ശിവയെ ലഭിച്ചത്, കാരണം എന്തുകൊണ്ടും കൂടിയാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇതിലൂടെ പാർവതി ദേവിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു എർത്ത് ബേസ്ഡ് നമ്മളൊരു ഫെമിനിൻ എനർജി ആകുമ്പോൾ നമുക്ക് എങ്ങനെ അത് സാധിക്കാം? നമുക്ക് പാർവതി ദേവിയെ പോലെ പറ്റുമൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മൾക്കും ചെയ്യാമല്ലേ. നമ്മൾ ഡെയിലി ഒരു കോൾ ഫോക്കസ് ചെയ്യുക, നമ്മുടെ സ്കിൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വേണ്ട ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഡെയിലി ചെയ്യാം. അപ്പോൾ എലോൺ ടൈം എന്ന് പറയുന്നൊരു സമയം നമുക്ക് ഉണ്ടാവില്ലേ, അതിന് ചിലവർ ഈ ഒരു ഇതിൽ വരുമ്പോൾ കൂടുതൽ ബിസി ആവാൻ ശ്രമിക്കും ഫെമിനിൻ എനർജീസ്. പക്ഷേ ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുക, കുറച്ച് നേരം ഒരു എലോൺ ടൈം എടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാനെപ്പോഴും ഒറ്റയ്ക്ക് പോയിട്ടിരിക്കും പ്രകൃതിയുടെ അടുത്ത് നോക്കിയിട്ട്. അത് ഞാൻ എൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ആ ഒരു സമയം ഞാൻ എനിക്ക് വേണ്ടി എപ്പോഴും കൊടുക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ സെൽഫ് ലവ് നമുക്ക് നമ്മളോട് തന്നെ അത്ര ഇഷ്ടമാണെന്നാണ്. അപ്പോൾ നമ്മുടെ എനർജിയുടെ വൈബ്രേഷൻ കൂടാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഇനി മുതലൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് നമ്മളെപ്പോഴും ഒരു തണുത്ത വെള്ളത്തിൽ നമ്മുടെ ബോഡിയും ഒക്കെ ഫ്രഷ് ആക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവും. അപ്പോൾ അതിനുശേഷം എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ ഒന്ന് രാവിലെ ഒന്ന് പോയിട്ട് ബാൽക്കണിയിലോ വീടിൻ്റെ മുറ്റത്തോ ഒക്കെ ഒന്ന് നിന്ന് പ്രകൃതിയായിട്ടൊന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ഫ്രഷ് എനർജി ഉണ്ട്. അത് അന്നത്തെ ദിവസം മുഴുവൻ ലാസ്റ്റ് ചെയ്യും. ജേണലിങ് എഴുതുക ഏറ്റവും വലിയ, അതായത് ഇപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻ ജേണിയിലല്ല എന്നുണ്ടെങ്കിലും ജേണലിങ് ചെയ്യുക എന്ന് പറയുന്നത് പലർക്കും മടിയാണ്. നമുക്ക് ദൈനംദിനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് എഴുതി വയ്ക്കാമല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ എഴുതാം, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ എഴുതാം. അപ്പോൾ ജേണലിങ് എഴുതുന്നത് കൊണ്ട് എന്താണ്, നമ്മളൊരു പെയിനാണ് എഴുതി വെക്കുന്നതെങ്കിൽ ആ പെയിൻ അവിടെ റിലീസാവുക ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ആഗ്രഹം നടക്കാനുള്ളതാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ, അതിന് ബ്രീത്തിങ് എക്സസൈസ്, ഇത് നിങ്ങൾ നിത്യം ചെയ്യാൻ. ഇതാണ് നമ്മുടെ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയെ നമ്മൾ ശിവപാർവതി സങ്കല്പമായിട്ട് അല്ലെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഹീലാവാനും ഗ്ലോ ആവാനും അട്രാക്റ്റഡ് ആവാനും എല്ലാ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ റിസീവ് ചെയ്യാനും ഒരു യൂണിയൻ അലൈൻമെൻറ്റിലേക്ക് വരാനും ഒക്കെ സാധിക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.